സെല്ലിങ്ങിലെ ഏറ്റവും ലാസ്റ്റ് യൂണിറ്റ് ആണ്. നമ്മൾ സെയിൽസിനെ കുറിച്ചിട്ടും സെയിൽസിന്റെ പ്രോസസ്സിനെ കുറിച്ചിട്ടൊക്കെ പഠിച്ചു. അപ്പോൾ ഇന്ന് പഠിക്കുന്നത് ആ സെയിൽസിന് എത്രത്തോളം കാരിയർ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ബിസിനസ്സിന്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്? സെല്ലിങ്, പ്രൊഡക്ട്സ് സെല്ല് ചെയ്യുക, അതുപോലെ തന്നെ സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെ തന്നെയാണ് അല്ലേ. അപ്പം ഈ ഒരു അഡ്വൈസ്ഡ് ആയിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഓൺലൈൻ ബിസിനസ്സും അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒരു സെയിൽസ് പേഴ്സണ് അല്ലെങ്കിൽ ഒരു സെയിൽസ് പീപ്പിളിന് ഉണ്ടാകുന്ന പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ് അല്ലേ. അതിനൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പം ഒരു സെയിൽസ് പ്രോസസ്സിൽ സെയിൽസ് പേഴ്സണ് ഇപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഒരു അവരുടെ കാരിയർ ഓപ്പർച്യൂണിറ്റിക്കും എന്താണ് അത്രത്തോളം തന്നെ ഇമ്പോർട്ടൻസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ഇത്രത്തോളം അഡ്വൈസ്ഡ് ഒക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും എന്താണ് ഒരു സെയിൽസ് പേഴ്സണ് കസ്റ്റമേഴ്സുമായിട്ട് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും അല്ലെങ്കിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താൻ വേണ്ടിയിട്ടും എന്താണ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു സെയിൽസ് പേഴ്സണ് കൂടുതൽ ഹെൽപ്ഫുൾ ആണല്ലേ ഒരു കമ്പനിക്ക്. അപ്പോൾ സെയിൽസ് ഒരേ സമയം റെസ്പെക്റ്റബിളും ആണ്, അതുപോലെ തന്നെ ചാലഞ്ചിങ്ങും ആയിട്ടുള്ള ഒരു ജോബാണ്. അപ്പം അതിൻ്റെ കാരിയർ വശം എങ്ങനെയാണെന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സെയിൽസ് എന്ന് പറയുന്നത് പ്രൊഫഷണലായി മാത്രം കാണേണ്ട ഒരു കാര്യമല്ല എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് ഭാഗത്തിലൊക്കെ പറയുന്നത് അല്ലേ. നമ്മളുടെ ഡേ ടു ഡേ ലൈഫിലൊക്കെ എപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളിലൊക്കെ സെയിൽസ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു വീട്ടിൽ നമ്മൾ ഓൾഡ് ഐറ്റംസ് വിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ സ്വയം വിൽക്കുകയാണ് അവിടെ അല്ലേ, നമ്മളെ കൈമാറുകയാണ്. അപ്പോൾ എന്താണ് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിലൊക്കെ ഒരു സെയിൽസ് പ്രോസസ്സാണ് നടക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ് ഇതൊരു സാധാരണഗതിയിൽ നമുക്കിടയിലൊക്കെ ഡേ ടു ഡേ ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്താണ് പഠിക്കുന്നത്? വൈ ടു പീപ്പിൾ ചൂസ് സെയിൽസ് ആസ് എ കാരിയർ അല്ലേ. ഒരു കാരിയറായിട്ട് എന്തുകൊണ്ടാണ് ആളുകൾ സെയിൽസ് ചൂസ് ചെയ്യുന്നത് എന്നുള്ളതും അതിൻ്റെ ടൈപ്സും അതുപോലെ തന്നെ സെയിൽസ് പേഴ്സൻ്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നുള്ളതും അതുപോലെ തന്നെ എന്താണ് ഹൗ ടു സക്സീഡ് ഇൻ സെയിൽസ്, ഒരു സെയിൽസിൽ എങ്ങനെയാണ് വിജയിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ എന്താണ് ഫസ്റ്റ് പറയുന്നത് വൈ ചൂസ് എ സെയിൽസ് കാരിയർ. എന്തുകൊണ്ടാണ് ഇവിടെ ഹൈ ഇൻകം ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഓക്കെ. അപ്പം നമുക്ക് ഓരോന്നായിട്ട് പറയാം. ഫസ്റ്റ് എന്താണ് ഹൈ ലേണിംഗ് പൊട്ടൻഷ്യൽ അല്ലേ. സെയിൽസ് ജോബ് എന്ന് പറയുന്നത് എന്താണ് വരുമാനം കൂടുതൽ സാധ്യത ഉള്ള ഒരു മേഖലയാണ് അല്ലേ. സെയിൽസ് പെർഫോമൻസിൻ്റെ ബേസിലുള്ള ഒരു കാരിയറാണ് അല്ലേ. അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ കൂടുതൽ പെർഫോമൻസ് കൂട്ടിയിട്ട് നമുക്ക് കൂടുതൽ മണി ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് ബോണസ് ആയിട്ടും കമ്മീഷനായിട്ടും അല്ലെങ്കിൽ പ്രൈസുകളുടെ രൂപത്തിലായിട്ടും ടിപ്പായിട്ടും തുടങ്ങിയിട്ടുള്ള ബെനിഫിറ്റ്സ് ഒക്കെ ഒരു സെയിൽസ് പെർഫോമൻസിലൂടെ ഒരു സെയിൽസ് പേഴ്സണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ സെയിൽസിന് അല്ലെങ്കിൽ ബിസിനസ്സിന് മറ്റുള്ള ജോലിയേക്കാൾ കൂടുതൽ ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് ഫസ്റ്റ് പറയുന്നത്. നെക്സ്റ്റ് എന്താണ് ഫ്ലെക്സിബിലിറ്റി ഇൻ വർക്ക് അല്ലേ. സെയിൽസ് ജോബ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആണ്, നമ്മളുടെ ഷെഡ്യൂളിനനുസരിച്ച് നമുക്കത് മാറ്റാൻ വേണ്ടിയിട്ട് കഴിയും. പിന്നെ എന്താണ് യു ക്യാൻ മാനേജ് യുവർ ഓൺ ഷെഡ്യൂൾ ഇഫ് യു മീറ്റ് യുവർ ടാർഗറ്റ് അല്ലേ. നമ്മളുടെ ടാർഗറ്റ് നമുക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് എന്താണ് സൗകര്യപ്പെടുന്ന രൂപത്തിൽ നമ്മളെ ഷെഡ്യൂൾ നമുക്ക് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു സെയിൽസ് ജോബിൽ സാധിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ് വർക്ക് ലൈഫ് ബാലൻസ് ബെറ്റർ ആയിരിക്കും അല്ലേ. അത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെയിൽസ് പേഴ്സന് കഴിയും. അതുകൊണ്ട് എന്താണ് അവരുടെ സ്ട്രെസ് കുറയുകയും അവരുടെ ലൈഫ് കൂടുതൽ ബെറ്റർ ആവുകയൊക്കെ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് വരുന്നത് ജോബ് സെക്യൂരിറ്റിയാണ്. സെയിൽസ് ജോബ് എന്ന് പറയുന്നത് എന്താണ് മറ്റുള്ള
ജോലിയേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ എന്താണ് കൂടുതൽ ജോബ് സെക്യൂരിറ്റി കൊണ്ടുവരുന്നതുമായിട്ടുള്ള ഒരു ജോബാണെന്നുള്ളതാണ് പറയുന്നത്. സെയിൽസ് പീപ്പിൾ ഒരു കമ്പനിക്ക് റവന്യൂ കൊണ്ടുവരുന്ന ഒരു എന്താണ് ഒരു പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കമ്പനി അവരുടെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കാരണക്കാരാകുന്ന ഒരു സെയിൽസ് പേഴ്സണെ അവരൊരിക്കലും ഒരു കമ്പനിയിൽ നിന്ന് ഒഴിച്ചുവിടില്ല അല്ലേ. അപ്പോൾ അവരൊരിക്കലും അവരെ ഒഴിവാക്കില്ല. അതുകൊണ്ട് തന്നെ എന്താണ് അവർക്ക് ജോബ് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഇവിടെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ എന്താണ് അവരുടെ ബിസിനസ് ഗ്രോത്ത് ആവാൻ വേണ്ടിയിട്ടൊക്കെ അവർ എപ്പോഴും ശ്രദ്ധിക്കും അല്ലേ. ഓക്കെ, അതാണ് തേർഡ് പോയിന്റ് പറയുന്നത്. നെക്സ്റ്റ് എന്താണ് സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ. അതായത് ഒരു സെയിൽസ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് സെയിൽസ് പേഴ്സണ് ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യും അല്ലേ. അവരുടെ എന്താണ് കോൺഫിഡൻറ്റും അതുപോലെ തന്നെ അവരുടെ മോട്ടിവേഷനൊക്കെ ഒന്ന് എന്താണ് ഇൻക്രീസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് അവരുടെ വർക്ക് കുറച്ചും കൂടി മീനിങ് ഫുൾ ആയിട്ട് അവർക്ക് സ്വയം ഫീൽ ചെയ്യുകയും അവർ ഹാപ്പി ആയിട്ട് നിലനിൽക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് എന്താണ് സെയിൽസ് ജോബ് എന്ന് പറയുന്നത് എന്തുകൊണ്ടും ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ചൂസാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് എന്താണ് കരിയർ സ്റ്റെപ്പിംഗ് സ്റ്റോൺ അല്ലേ. എന്താണ് സെയിൽസ് എന്ന് പറയുന്നത് മറ്റ് പല സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു വേ ആണ്. അതായത് എന്താണ് അവരുടെ ഒരു സെയിൽസ് പേഴ്സൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലായിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ എന്താണ് പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെയിൽസ് ജോബ് ചെയ്യുന്ന സെയിൽസ് പേഴ്സന് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ അവർക്ക് ഫ്യൂച്ചറിൽ ബെറ്റർ ആയിട്ടുള്ള ജോബുകൾ പിന്നീട് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് മാസ്റ്ററിങ് ഇമ്പോർട്ടൻറ്റ് സ്കില്ലാണ്. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ സോഫ്റ്റ് സ്കില്ല് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സെയിൽസ് ജോബിലൂടെ ഡെവലപ്പ് ചെയ്യാൻ ഒരു പേഴ്സണ് സാധിക്കും. അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ടീം വർക്കും ടൈം മാനേജ്മെൻറ്റും അതുപോലെ തന്നെ സ്ട്രെസ് മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ, ഇമോഷണൽ ഇൻ്റലിജൻ്റ് ആയിക്കോട്ടെ, ഇതെല്ലാം ഡെവലപ്പ് ചെയ്യാനും ഒക്കെ ഒരു സെയിൽസ് പേഴ്സണ് കഴിയും. അതെന്താണ് അവരുടെ കാരിയറിൽ അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചറിൽ മറ്റുള്ള പല വഴികളിലൂടെയും അവർക്ക് കൂടുതൽ യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ചാലഞ്ചിങ് ജോബ് അല്ലേ. സെയിൽസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരേ സമയം റെസ്പോൺസിബിളും ആണ് അതുപോലെ തന്നെ ചാലഞ്ചിങ്ങും ആണ് അല്ലേ. കസ്റ്റമേഴ്സിനോട് അവരുടെ പ്രൊഡക്റ്റ് പ്രസൻറ്റ് ചെയ്തിട്ട് അവരെ എന്ത് ചെയ്യണം, കൺവിൻസ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെയിൽസ് പേഴ്സണ് കഴിയണം. സോ എന്താണ് ഓരോ കസ്റ്റമേഴ്സിനെയും ഓരോ ഓപ്പർച്യൂണിറ്റി ആയി കാണാൻ വേണ്ടിയിട്ട് സെയിൽസ് പേഴ്സണ് കഴിയണം. ഓക്കെ, അപ്പോൾ അവരുടെ എഫേർട്ട് ഇടുന്നതിനനുസരിച്ച് എന്താണ് ഒരു സെയിൽസ് പേഴ്സൻ്റെ പേഴ്സണൽ സ്കില്ലും ഡെവലപ്മെൻ്റ് ആവും. അതുകൊണ്ട് എന്തുകൊണ്ടും ഒരു സെയിൽസ് ജോബ് എന്ന് പറയുന്നത് ബെറ്റർ ചൂസാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സെയിൽസ് പേഴ്സൺ അവരുടെ എഫേർട്ടിൻ്റെ ഫീഡ്ബാക്ക് അപ്പോൾ തന്നെ ക്വിക്കായിട്ട് അറിയാൻ കഴിയും. സോ എന്താണ് അവരുടെ സ്കില്ല് റെഗുലർലി എന്തെയും ഇമ്പ്രൂവ്ഡ് ആയിക്കൊണ്ടിരിക്കും അല്ലേ, ഫീഡ്ബാക്ക് അപ്പോൾ കിട്ടുന്നത് കൊണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സെയിൽസ് ജോബ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ ഇംപ്രസ് ചെയ്യുന്ന കാര്യങ്ങളായിട്ട് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് വാട്ട് ഡസ് എ പ്രൊഫഷണൽ സെയിൽസ് പേഴ്സൺ ഡു. എന്തൊക്കെയാണ് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള സെയിൽസ് പേഴ്സൺ ചെയ്യുന്നത്, എന്തൊക്കെയാണ്? ഫൈൻഡ് ന്യൂ കസ്റ്റമർ അല്ലേ, പുതിയ ആളുകളെയോ അല്ലെങ്കിൽ കമ്പനിയെയോ ഒക്കെ കണ്ടെത്തി അവരെ കസ്റ്റമേഴ്സ് ആക്കാനുള്ള ഒരു സ്കില്ല് ഒരു സെയിൽസ് പേഴ്സണ്, ഒരു പ്രൊഫഷണൽ സെയിൽസ് പേഴ്സണ് ആവശ്യമാണ് അല്ലേ. അപ്പോൾ അതാണ് ഫസ്റ്റ് പറയുന്നത്. സെക്കൻഡ് വൺ സെൽ മോർ ടു എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് കൂടുതൽ സെൽ ചെയ്യാനുള്ള ഒരു കഴിവാണ് അല്ലേ. കറൻറ്റ് കസ്റ്റമേഴ്സിന് എന്താ ചെയ്യുക, കൂടുതൽ പ്രൊഡക്റ്റ് സെൽ ചെയ്യുകയോ അല്ലെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ സെൽ ചെയ്യുകയോ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ബിൽഡ് ലോങ് ടേം റിലേഷൻഷിപ്പ് അല്ലെ. കസ്റ്റമേഴ്സുമായിട്ട് നല്ല കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യുന്നതിലൂടെ എന്താണ് അവർക്കൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് അവർ വീണ്ടും അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനുള്ള ചാൻസ് കൂടും അല്ലേ. അതുകൊണ്ട് എന്താണ് അതൊരു പ്രൊഫഷണൽ സെയിൽസ് പേഴ്സൺ കീപ്പ് ചെയ്യേണ്ട ഒരു ബിഹേവിയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് സോൾവ് കസ്റ്റമേഴ്സ് പ്രോബ്ലം.
കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ഒക്കെ മനസ്സിലാക്കി അവർക്ക് എന്ത് പ്രൊഡക്റ്റാണ് ആവശ്യമുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കസ്റ്റമർക്ക് സാധിക്കണം. നെക്സ്റ്റ് വരുന്നത് ഗിവ് സർവീസ് ആഫ്റ്റർ സെല്ലിംഗ് അല്ലേ. നമ്മളെ ഇതുവരെയും മുൻകഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ആഫ്റ്റർ സർവീസ് സെല്ലിംഗ് ആഫ്റ്റർ സർവീസ് കൊടുക്കുക അല്ലേ. അവരുടെ കംപ്ലയിൻറ്റ്സ് കേൾക്കുക, അത് സോൾവ് ചെയ്യുക, പ്രൊഡക്റ്റ് ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് ഹെൽപ്പ് കസ്റ്റമേഴ്സ് റീസെൽ പ്രൊഡക്റ്റ്. റീറ്റെയിലേഴ്സിനെ അതുപോലെ തന്നെ റീറ്റെയിലേഴ്സിനൊക്കെ എന്ത് ചെയ്യാം, പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നതിൽ സഹായിക്കുക. ഓക്കെ, അതാണ് നെക്സ്റ്റ് വണ്ണായിട്ട് പറയുന്നത്. പിന്നെ എന്താണ് ഡു പ്രൊമോഷൻസ് അല്ലേ. സെയിൽസ് പേഴ്സണ് പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് ഹോൾസെയിലേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക, പ്രൊമോഷൻ ചെയ്തിട്ടും അഡ്വർടൈസിങ് മെറ്റീരിയൽസ് കൊടുത്തിട്ടും അതുപോലെ തന്നെ എന്താണ് സ്റ്റോറുകളിൽ പ്രൊഡക്റ്റ് ഡെമോൺസ്ട്രേഷൻ ചെയ്യുക, അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ഡിസ്പ്ലേ അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു പ്രൊഫഷണൽ സെയിൽസ്മാന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഹെൽപ്പ് കസ്റ്റമേഴ്സ് ആഫ്റ്റർ പർച്ചേസ്. നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞതുപോലെ തന്നെ ചില പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിന് സെയിൽസ് പേഴ്സൻ്റെ ഹെൽപ്പ് ആവശ്യമുണ്ടാകും അല്ലേ. ഒരു എസ്പെഷ്യലി ടെക്നിക്കൽ പ്രൊഡക്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഹെൽപ്പ് നമുക്ക് ആവശ്യമായിട്ട് വരും. സോ എന്താണ് ഒരു സെയിൽസ് പേഴ്സണ് അതിന് തയ്യാറാവണം. നെക്സ്റ്റ് എന്താണ് ബിൽഡ് ഗുഡ് റിലേഷൻഷിപ്പ്. സെയിൽസ് പേഴ്സണ് കസ്റ്റമേഴ്സുമായിട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക. പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് നിലനിർത്തുന്നതോട് കൂടിയിട്ടുള്ള ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ആയിരിക്കും. എന്നാലുള്ള എന്താണ് നല്ലൊരു ഗുഡ് വില്ല് കമ്പനിക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, എന്താണ് സെയിൽസ് പേഴ്സൺ ഇവിടെ പറയുന്നുണ്ട് ഹോണസ്റ്റ്ലി ആയിരിക്കണം, ട്രസ്റ്റ് വർത്തിലി ആയിരിക്കണം, അതുപോലെ തന്നെ എത്തിക്സ് ഫോളോ ചെയ്യുന്ന ആളായിരിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒരു സെയിൽസ് പേഴ്സണ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. നെക്സ്റ്റ് എന്താണ് പ്രൊവൈഡ് മാർക്കറ്റ് ഇൻഫർമേഷൻ. ഒരു സെയിൽസ് പേഴ്സൺ എന്ത് ചെയ്യണം, മാർക്കറ്റ് ഇൻഫർമേഷൻസ് ഒരു കമ്പനിക്ക് പ്രൊവൈഡ് ചെയ്യണം അല്ലേ. അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് കമ്പനിക്ക് കൈമാറുക. എന്താണ് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് എന്തൊക്കെയാണ്, അവരുടെ ടേസ്റ്റുകൾ, ട്രെൻഡുകൾ, മാർക്കറ്റിംഗ് ട്രെൻഡുകൾ, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനുണ്ടായ കംപ്ലൈൻറ്റുകൾ, അവരുടെ ഫീഡ്ബാക്കോ അല്ലെങ്കിൽ അവരുടെ സജഷൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ എന്താണ് കോമ്പറ്റേറ്റേഴ്സിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം ഒരു സെയിൽസ് പേഴ്സണ് കമ്പനിക്ക് ഇൻഫോം ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു സെയിൽസ്മാൻ ചെയ്യേണ്ട കാര്യങ്ങളായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. നെക്സ്റ്റ് എന്താണ് വരുന്നത് ടൈപ്സ് ഓഫ് സെയിൽസ് ജോബ് ബേസ്ഡ് ഓൺ ഇൻഡസ്ട്രീസ് അല്ലേ. ഒരു ഇവിടെ പറയുന്നത് എന്താണ് ടൈപ്സ് ഓഫ് സെയിൽസ് ജോബാണ്. നമ്മൾ ഏത് ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിൽ അതെടുത്താലും അവിടെ ഒരു സെയിൽസ് ജോബ് അത്യാവശ്യമാണ് അല്ലേ. ഓരോ ഇൻഡസ്ട്രിയിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള സെയിൽസ് കാരിയറുകൾ ഉണ്ടാകും. എന്താണ് ഒരാൾ സെയിൽസ് ജോബ് ചൂസ് ചെയ്യുന്നതിന് മുമ്പ് അയാൾ ബോധേഡ് ആയിരിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം, അവരുടെ ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത് സ്വയം തിരിച്ചറിയണം. അതുപോലെ തന്നെ അവർക്ക് എത്രത്തോളം എഡ്യൂക്കേഷൻ ഉണ്ട്, അവരുടെ എക്സ്പീരിയൻസ് എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സാലറി എത്രയാണ്, വർക്കിംഗ് അവേഴ്സിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന വർക്കിംഗ് എൻവയോൺമെൻറ്റിനെ കുറിച്ചിട്ടൊക്കെ ഒരു വ്യക്തമായിട്ടുള്ളൊരു ധാരണയോട് കൂടിയിട്ടായിരിക്കണം ഒരാൾ ഒരു ജോബ് ഇൻഡസ്ട്രി സെയിൽസ് ജോബ് തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, അപ്പം ഇവിടെ കുറച്ച് ടൈപ്സ് ഓഫ് ജോബും അതിൽ വരുന്ന സെയിൽസ് ജോബുകൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് IT ഇൻഡസ്ട്രി സെയിൽസ് ജോബാണ് പറയുന്നത്. ഫസ്റ്റ് IT-യിലുള്ള സെയിൽസ് പേഴ്സണ് മെയിൻ ആയിട്ടും 2 ബെനിഫിറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. എന്താണ് ഹൈ സാലറി ഉണ്ടാവും, അതുപോലെ തന്നെ ജോബ് സെക്യൂരിറ്റി ഉണ്ടാവും. പക്ഷെ എന്താണ് IT-യിൽ ടെക്നോളജി എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ പുതിയ നോളേജും ഐഡിയാസൊക്കെ അവർക്ക് എന്താണ് ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റഡ് ആയി അല്ലെങ്കിൽ അത് പഠിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ എന്താണ് അവരുടെ മെയിൻ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിനോട് ഫേസ് ടു ഫേസ് ആയിട്ടോ അല്ലെങ്കിൽ ഫോണിലൂടെയോ സംസാരിക്കുക, അവരുടെ നീഡ്സ് മനസ്സിലാക്കുക, അതുപോലെ തന്നെ എന്താണ് എക്സ്പ്ലെയിൻ പ്രൊഡക്റ്റ് ക്ലിയർലി അല്ലേ. പിന്നെ അതുപോലെ തന്നെ കോൾഡ് കോളിംഗ് ചെയ്യുക, ന്യൂ കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് കോൾഡ് കോളിംഗ് ചെയ്യുക. പിന്നെ എന്താണ് പ്രസൻറ്റേഷൻ ചെയ്യുക, ഡെമോൺസ്ട്രേഷൻ ചെയ്യുക, ടെക്നിക്കൽ ഹെൽപ്പ് ടു കസ്റ്റമേഴ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് IT ഇൻഡസ്ട്രിയിൽ വരുന്ന പേഴ്സണൽ സെയിൽസ്മാൻ്റെ ഒരു
എന്താണ് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ് റിയൽ എസ്റ്റേറ്റ് ഏജന്റ്. അതായത് ആളുകൾക്ക് വാങ്ങാനും വിൽക്കാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാണ് റിയൽ എസ്റ്റേറ്റ് ഏജന്റ് എന്ന് പറയുന്നത്. എന്തെങ്കിലും പ്രോപ്പർട്ടി, അതായത് വീടായിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും കടകളോ ലാൻഡോ ഒക്കെ ആയിക്കോട്ടെ, ഇത് വിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാണ് റിയൽ എസ്റ്റേറ്റ് ഏജന്റ് എന്ന് പറയുന്നത്. അവരുടെ മെയിൻ ജോബ് എന്ന് പറയുന്നത് ഡീൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അതായത് അവരുടെ ഇൻകം അതുപോലെ തന്നെ വളരെ വലുതായിരിക്കും. അവർക്ക് നല്ല പേഴ്സണാലിറ്റി വേണ്ടി വരും. അതുപോലെ തന്നെ എന്താണ് മാർക്കറ്റിംഗ് സ്കില്ല്, ടൈം മാനേജ്മെന്റ്, കസ്റ്റമേഴ്സിന്റെ നീഡ്സ് മനസ്സിലാക്കാനുള്ള കഴിവ്, അതുപോലെ തന്നെ എന്താണ് നെഗോഷിയേഷൻ സ്കില്ല് ഒക്കെ ആവശ്യമായി വരും അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റിയൽ എസ്റ്റേറ്റ് ഏജന്റിന് ആവശ്യമുള്ളത്. അതുപോലെ തന്നെ എന്താണ് ലൈസൻസ് ഈസ് റിക്വയർഡ് സം കൺട്രീസ്. ചില കൺട്രികളിൽ ഇതിന് ലൈസൻസ് ആവശ്യമാണ്, പക്ഷേ ഇന്ത്യയിൽ ആവശ്യമില്ല. ഓക്കെ, അവരുടെ മെയിൻ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് സിമിലർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അവരുടെ പ്രോപ്പർട്ടിക്കുള്ള വാല്യൂ ഫൈൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ഗിവ് അഡ്വൈസ് ഓൺ ട്രേഡ്സ്, ലോൺസ് ആൻഡ് ലീഗൽസ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണ് ആഡ് വഴി പ്രോപ്പർട്ടീസ് പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് റിയൽ എസ്റ്റേറ്റ് ഏജന്റിൽ വരുന്ന ഡ്യൂട്ടീസ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി സെയിൽസ് കരിയർ ആണ്. അതായത് എന്താണ് ഇപ്പോൾ നമുക്കറിയാം വളരെ പെട്ടെന്ന് വളരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിലുള്ള ഒരു സെയിൽസ് ജോബ് എന്ന് പറയുന്നത് എന്താണ്, അവരുടെ എന്താണ് സർജിക്കൽ എക്യുപ്മെന്റ്സ്, അതുപോലെ തന്നെ മെഡിക്കൽ എക്യുപ്മെന്റ്സ്, അതുപോലെ എന്താണ് മെഡിക്കൽ ഇൻഡസ്ട്രി ആയിട്ടോ ഈ ഒരു കാര്യങ്ങളിലൂടെയൊക്കെയാണ് സെയിൽസ് ജോബ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ വരുന്നത്. ഓക്കെ, ഇവിടെ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല കസ്റ്റമേഴ്സ് സർവീസ് സ്കില്ല് വേണം. അതുപോലെ തന്നെ ഇൻഡസ്ട്രീനെ കുറിച്ചിട്ട് നല്ല നോളേജ് ഉണ്ടായിരിക്കണം. പേഷ്യൻസിൻ്റെ റൂൾസിനെയും പ്രൊസീജിയേഴ്സിനെയും ഒക്കെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ കഴിയണം. നെക്സ്റ്റ് വരുന്നത് എന്താണ് ടൈം മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ പേഷ്യൻസ് ഒക്കെ അത്യാവശ്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ സെയിൽസ് പീപ്പിൾ കോൾഡ് കോൾ മേക്ക് ചെയ്യണം അല്ലെ, പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിനോ ക്ലിനിക്കലിലേക്കോ അല്ലെങ്കിൽ മെഡിക്കൽ സെൻറ്റേഴ്സിലേക്കൊക്കെ കോൾഡ് കോൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ വരുന്ന സെയിൽസ് ജോബ് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. അവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അവർക്ക് സ്കില്ലുകൾ എന്ന് പറയുന്നത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. വിത്ത് പേഷ്യൻസ്, ഫാമിലീസ്, കൊളീഗ്സിലെ പേഷ്യൻസായിട്ടും ഫാമിലീസായിട്ടും അതുപോലെ തന്നെ കൊളീഗ്സായിട്ടും കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അത്യാവശ്യമാണ്. പിന്നെ എന്താണ് ഫ്ലെക്സിബിൾ വർക്കിംഗ് ഹവേഴ്സിലെ നമ്മൾ അവരുടെ വർക്കിംഗ് ഹവേഴ്സ് ഫ്ലെക്സിബിൾ ആയിരിക്കും. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയണം. അതുപോലെ തന്നെ ടീം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാകണം. പിന്നെന്താണ് എബിലിറ്റി ടു ഹാൻഡിൽ പ്രഷർ കൂടുതലുള്ള ഒരു ഫീൽഡ് ആയതുകൊണ്ട് തന്നെ അത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എബിലിറ്റി ആവശ്യമാണ്. നെക്സ്റ്റ് എന്താണ് ഗുഡ് ടൈം മാനേജ്മെൻറ്റ്, പിന്നെന്താണ് ടീം പ്ലെയർ ആറ്റിറ്റ്യൂഡ് വേണം അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഫുഡ് സർവീസ് സെയിൽസ്. ഫുഡ് ഐറ്റംസോ അല്ലെങ്കിൽ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ വിൽക്കുന്ന സെൽ ചെയ്യുന്ന ഒരു ഫീൽഡാണിത്. അവരെന്താണ് റെസ്റ്റോറൻറ്റുകളിലേക്കോ അല്ലെങ്കിൽ കാറ്ററിംഗ് സർവീസുകളിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവൻറ്റ് പ്ലാനിലേക്കൊക്കെ ഭക്ഷണങ്ങൾ എത്തിക്കുന്ന ഒരു ജോബാണ് ഫുഡ് സർവീസ് സെയിൽസ് എന്ന് പറയുന്നത്. ഇത് ഒരുപക്ഷെ കൂടുതൽ കോമ്പറ്റീഷൻസ് ഉണ്ടാകുന്ന ഒരു ഫീൽഡായിരിക്കും. പക്ഷെ എന്താണ് ഇവിടെ വർക്കിംഗ് ഫ്ലെക്സിബിൾ ഹവേഴ്സിലായിരിക്കും എന്ന് പറയുന്നത്. ഒന്നില്ലെങ്കിൽ എന്താണ് കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള വർക്കിംഗ് ഹവേഴ്സ് ഒന്നും ഈ ഫീൽഡിൽ ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ അവരുടെ മെയിൻ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഫുഡ് സെല്ല് ചെയ്യുക, അതുപോലെ തന്നെ ഫുഡിൻ്റെ ഇൻഗ്രീഡിയൻസ് സെല്ല് ചെയ്യുക, അല്ലെങ്കിൽ ഹെൽപ്പ് ഡിസ്ട്രിബ്യൂട്ട് ടു മാർക്കറ്റ് അല്ലേ, ഡിസ്ട്രിബ്യൂട്ടിന് ഹെൽപ്പ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഫൈൻഡ് ന്യൂ കസ്റ്റമേഴ്സ്. നെക്സ്റ്റ് വർക്കിംഗ് വിത്ത് മാനേജേഴ്സ് ടു അച്ചീവ് സെയിൽ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഷെയർ ഇൻഫർമേഷൻ എബൌട്ട് ട്രേസ് ആൻഡ് ട്രേഡ്സിലെ അവരുടെ പ്രൈസിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫുഡ് സർവീസ് സെയിൽസിൽ പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഫാർമ സെയിൽസ് ആണ്. എന്താണ്
ഇത് ഫാസ്റ്റായിട്ട് ഗ്രോയിങ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. കൂടുതൽ മരുന്നൊക്കെ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ എന്താണ് മരുന്ന് ആവശ്യമുള്ള ആളുകളും വർദ്ധിക്കുന്നുണ്ട്. സോ എന്താണ് ഫാർമ സെയിൽസ് എന്ന് പറയുന്നത് വളരെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രി ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആവശ്യമുള്ള സ്കില്ല് എന്ന് പറയുന്നത് നോളേജ് എബൌട്ട് ദി പ്രൊഡക്റ്റ്, മരുന്നുകളെ കുറിച്ചിട്ടുള്ള ഒരു നോളേജ് വേണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഗുഡ് കസ്റ്റമർ സർവീസ് സ്കില്ല് ആവശ്യമാണ്. പിന്നെ എന്താണ് ബേസിക് മെഡിക്കൽ നോളേജ്. ഓക്കെ, മെഡിക്കൽ നോളേജ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഒരു ധാരണ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വരുന്നത് മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിനെ ഫൈൻഡ് ചെയ്യുക, അവരുടെ ഹെൽത്ത് അതുപോലെ തന്നെ എന്താണ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസുമായിട്ട് മീറ്റ് ചെയ്യുക, അവർക്ക് എന്താണ് മെഡിസിൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനും അതിൻ്റെ യൂസ്, സൈഡ് എഫക്റ്റ് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് അവരെ മീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് കോൺഫറൻസുകൾ അറ്റൻഡ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ മെയിൻ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇൻഷുറൻസ് സെയിൽസ് ഏജൻറ്റ്സ് ആണ്. അതായത് ഇവിടെ സെയിൽസ് പേഴ്സൺ പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്തുകയും എന്താണ് അവരുടെ ഇൻഷുറൻസ് പോളിസിൻ്റെ സെല്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവരെന്താണ് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സിനനുസരിച്ചിട്ടുള്ള പോളിസി തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിനെ ഹെൽപ്പ് ചെയ്യും. അല്ലെ, ഒരാൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് എന്താണ് ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസ് ആണോ, അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് ആണോ, അല്ലെങ്കിൽ വെഹിക്കിൾ ഇൻഷുറൻസ് ആണോ, ഹെൽത്ത് ഇൻഷുറൻസ് ആണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് എന്ത് ഇൻഷുറൻസ് ആണ് ഒരാൾക്ക് വേണ്ടത് എന്നുള്ളത് ഫൈൻഡ് ചെയ്ത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു സെയിൽസ് പേഴ്സന് സാധിക്കണം. നെക്സ്റ്റ് എന്താണ് അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് പറയുന്നുണ്ട്. ന്യൂ കസ്റ്റമേഴ്സിനെ കണ്ടെത്തുക, കോൾഡ് കോളിംഗ് നടത്തുക, എന്താണ് കസ്റ്റമറുടെ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസും കറൻറ്റ് പോളിസീസൊക്കെ കളക്ട് ചെയ്യുക, അല്ലേ, അവർക്ക് എന്താണ് ആവശ്യമുള്ളത്, അവർക്ക് എത്രത്തോളം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട് എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്താണ് എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ഇൻഷുറൻസ് പ്ലാൻസ്, അവർക്ക് കസ്റ്റമേഴ്സിന് ക്ലയൻറ്റിന് എന്താണ് നമ്മളുടെ അടുത്തുള്ള ഇൻഷുറൻസ് പോളിസീസിനെ കുറിച്ചിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെന്താണ് കസ്റ്റമൈസ് പ്ലാൻ ബേസ്ഡ് ഓൺ കസ്റ്റമേഴ്സ് നീഡ്, കസ്റ്റമേഴ്സിൻ്റെ നീഡ്സിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ പ്ലാന് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ലോൺ ഓഫേഴ്സ് ആണ്. അതായത് ആളുകൾ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഇതാണ്. ഇവിടെ എന്താണ് അതായത് ഇവർ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ മറ്റുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെയാണ് ഈ ഒരു ഫീൽഡിൽ ഉണ്ടാകുന്ന സെയിൽസ് പേഴ്സൺ എന്ന് പറയുന്നത്. ഇവിടെ ലോൺ ഓഫേഴ്സ് എന്ന് പറയുന്നത് പല ടൈപ്സും ഉണ്ട്. അതായത് ബിസിനസ് ലോൺസ്, പേഴ്സണൽ ലോൺസ്, ഹോം ലോൺസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇവരുടെ മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ന്യൂ കസ്റ്റമേഴ്സിനെ കണ്ടെത്തുക, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക, ലോൺ ഓപ്ഷൻസ് അവരോട് എക്സ്പ്ലെയിൻ ചെയ്യുക, അതുപോലെ തന്നെ ലോൺ ആപ്ലിക്കേഷൻസൊക്കെ ഫുൾ ഫോംസൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലോൺ ഓഫേഴ്സിൽ പറയുന്നത്, ലോൺ ഓഫീസറിൽ പറയുന്നത്. പിന്നെ എന്താണ് നെക്സ്റ്റ് സെയിൽസ് എൻജിനീയേഴ്സ്, അതായത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ടെക്നിക്കലോ അല്ലെങ്കിൽ സയൻറ്റിഫിക്കലോ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെയിൽസ് എൻജിനീയേഴ്സ് വന്നിട്ടുള്ളത്. ഓക്കെ, അവർക്ക് എന്താണ് സ്ട്രോങ് ആയിട്ടുള്ള ടെക്നിക്കൽ നോളേജ് ഉണ്ടായിരിക്കും, അല്ലെ, ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് അതെങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോളേജ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്താണ് അവരുടെ വർക്ക് ക്യാൻ ബി സ്ട്രെസ്ഫുൾ, ഒരു പക്ഷേ അവരുടെ വർക്ക് സ്ട്രെസ്ഫുൾ ആയിരിക്കും, പക്ഷേ എന്താണ് വർക്ക് അവേഴ്സ് മേ ബി ലോങ് ഓർ ഇറഗുലർ, അതുപോലെ തന്നെ അവരുടെ വർക്കിംഗ് അവേഴ്സ് ലോങ് ആയിരിക്കും, അതുപോലെ തന്നെ ഇറഗുലർ ഒക്കെ ആയിരിക്കും. ഓക്കെ, അവരുടെ മെയിൻ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്നത് ടെക്നിക്കൽ പ്രസൻറ്റേഷൻ ടു എക്സ്പ്ലെയിൻ പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ എക്യുപ്മെൻറ്റ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കഴിവ് വേണം, റിക്വയർമെൻറ്റ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കഴിവ് വേണം. പിന്നെ അതുപോലെ തന്നെ എന്താണ്
ഗെറ്റ് ആൻഡ് റവന്യൂ കസ്റ്റമേഴ്സ് ഓർഡർ. ഓക്കെ, എക്സ്റ്റെൻഡ് സപ്പോർട്ട് മാർക്കറ്റ് റിസർച്ച്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഫിനാൻഷ്യൽ സർവീസസ് സെയിൽസ് ഏജന്റ് ആണ്. അതായത് ഡിഫറെൻ്റ് ആയിട്ടും ഫിനാൻഷ്യൽ സർവീസ് ചെയ്യുന്ന ആളുകളാണ് ഫിനാൻഷ്യൽ സർവീസ് സെയിൽസ് ഏജന്റ് എന്ന് പറയുന്നത്. അതായത് മ്യൂച്വൽ ഫണ്ട്, ഇൻഷുറൻസ്, റിട്ടയർമെൻറ്റ് പ്ലാൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന ആളുകളാണ്. ഇതെന്താണ്, കോമ്പറ്റീഷൻസ് ഉള്ളതും അതുപോലെ തന്നെ സ്ട്രെസ് കൂടുതലുള്ളതുമായിട്ടുള്ള ഒരു ഫീൽഡാണ്. ഇവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ബിസിനസ്സുകാർക്കോ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികൾക്കോ ആയിട്ട് ഫിനാൻഷ്യൽ സർവീസ് ചെയ്യുക, ബെസ്റ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാൻ സജസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ എന്താണ് സ്ട്രോങ് റിലേഷൻഷിപ്പ് കസ്റ്റമേഴ്സുമായിട്ട് ബിൽഡ് ചെയ്യുക, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ ഫിനാൻഷ്യൽ നീഡ്സ് മനസ്സിലാക്കുക, പ്രിപ്പയർ ഫോംസ് ആൻഡ് എഗ്രിമെൻറ്റ്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ സർവീസ് സെയിൽസ് ഏജൻറ്റിൻ്റെ ഡ്യൂട്ടീസിൽ വരുന്നത്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ചാലഞ്ചിങ് റോൾ ഓഫ് സെയിൽസ് പേഴ്സൺ ആണ്. സെയിൽസ് പേഴ്സൻ്റെ ചാലഞ്ചിങ് റോൾ എന്ന് പറയുന്നത് ചേഞ്ചിങ് റോൾ ഓഫ് സെയിൽസ് പേഴ്സൺ. അതായത് പണ്ട് കാലത്ത് എന്താണ് സെയിൽസ് പേഴ്സൻ്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് പ്രൊഡക്ട്സിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് കസ്റ്റമേഴ്സിനെ പറഞ്ഞു കൊടുത്ത് അവരെ എന്താണ് പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കൺവിൻസ് ചെയ്യിപ്പിക്കുക, അവരെ എന്താണ് ഒരു പക്ഷേ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടി നിർബന്ധിക്കുക, ഫോഴ്സ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളായിരുന്നു. അതായത് സെയിൽസ് പേഴ്സൺ അവരുടെ ടാർഗറ്റിലെത്തുക, സെയിൽസ് നടത്തുക എന്നുള്ള ഒരു ടാർഗറ്റാണ് അന്നുണ്ടായിരുന്നത്. ഓക്കെ, പക്ഷെ ഇപ്പം എന്താണ് കസ്റ്റമേഴ്സിൻ്റെ പ്രൊഡക്ട്സിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽസ് ഒക്കെ ഈസി ആയിട്ട് ഇൻ്റർനെറ്റിലൂടെയൊക്കെ കിട്ടും അല്ലേ. സോ എന്താണ് സെയിൽസ് പേഴ്സണിന് ഉണ്ടാകുന്ന ഒരു ഇമ്പോർട്ടൻ്റ് എത്രത്തോളം ആണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതായത് അവർ കസ്റ്റമേഴ്സുമായിട്ടൊരു നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഒരു സെയിൽസ് പേഴ്സണ് ശ്രമിക്കുന്നത്. പണ്ട് കാലത്ത് എന്ന് പറയുന്നത് അവരുടെ സെയിൽസ് നടത്തുക എന്നുള്ള ഒരു ടാർഗറ്റ് മാത്രമേ ഉള്ളൂ ഉണ്ടായിരുന്നത്, അവരുടെ പ്രൊഡക്റ്റ് എങ്ങനെയെങ്കിലും വിറ്റഴിക്കുക എന്നുള്ള ഒരു ടാർഗറ്റ്. പക്ഷേ ഇന്ന് അതല്ല, ഇന്ന് സെയിൽസ് പേഴ്സണുമായിട്ട് കസ്റ്റമേഴ്സുമായിട്ടൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക, അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക എന്നുള്ള ഒരു എയിമാണ് വരുന്നത്. ഓക്കെ, കസ്റ്റമേഴ്സിന് റൈറ്റ് ചോയ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു എയിമാണ് ഇന്ന് വരുന്നത്. അപ്പോൾ സെയിൽസ് പേഴ്സൺ ജസ്റ്റ് ഒരു സെല്ലർ ആയിട്ടല്ല, ഒരു അഡ്വൈസർ ആയിട്ടും അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവർ ആയിട്ടും ഒരു റിലേഷൻഷിപ്പ് ബിൽഡർ ആയിട്ടൊക്കെയാണ് ഇപ്പോൾ ഒരു സെയിൽസ് പേഴ്സൺ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടെക്നോളജി ഉണ്ടായതുകൊണ്ട് എന്താണ് അവർക്ക് കൂടുതൽ ട്രാവൽ ചെയ്യുന്നതൊക്കെ കുറക്കുക, അതുപോലെ തന്നെ ഫാസ്റ്ററായിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ എവിടെ വെച്ചിട്ടും ഒരു സെയിൽസ് പേഴ്സണ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും തുടങ്ങിയിട്ടുള്ള ബെനിഫിറ്റ്സ് ഒക്കെ ഇന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷേ എത്രത്തോളം അഡ്വൈസ്ഡ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഒരു സെയിൽസ് പേഴ്സൺ സെല്ലിംഗ് പ്രോസസ്സിൽ അത്യാവശ്യമാണെന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് മനസ്സിലാക്കി അവർക്കൊരു ബെസ്റ്റ് സൊല്യൂഷൻ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാനും അവരെ ഗൈഡ് ചെയ്യാനൊക്കെ ഒരു സെയിൽസ് പേഴ്സൻ്റെ റോള് അത്യാവശ്യമാണ് അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ക്രൈറ്റീരിയ ഫോർ സക്സസ് ഇൻ പേഴ്സണൽ സെല്ലിംഗ്. എന്തൊക്കെയാണ് ഒരു പേഴ്സണൽ സെല്ലിംഗ് സക്സസ് ആവാനുള്ള ക്രൈറ്റീരിയ? ഫസ്റ്റ് വൺ ലവ് സെല്ലിംഗ് ആണ്. അതായത് ജോബ് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യണം അല്ലേ, നമ്മൾ പാഷനേറ്റ് ആയിട്ട് ചെയ്യണം. ഒരു പ്രൊഡക്റ്റിന് കസ്റ്റമേഴ്സിനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ള ഈ പ്രൊഡക്റ്റ് എന്താണ് കസ്റ്റമേഴ്സിനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ള ഒരു ബിലീവ് ഒരു സെയിൽസ് പേഴ്സൺ ഉണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനെ പാഷനേറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴുള്ള എന്ത് ചെയ്യാം അവിടെ ഒരു സക്സസ് കാണാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ എന്നുള്ളതാണ്. നെക്സ്റ്റ് വരുന്നത് വർക്ക് ഹാർഡ് ആൻഡ് സ്മാർട്ട് അല്ലേ. ഹാർഡ് വർക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്തായിരിക്കണം, അത് സ്മാർട്ട് വർക്കും കൂടി ആയിരിക്കണം അല്ലേ. ഓക്കെ, അത്യാവശ്യം ക്ഷമയോട് കൂടിയിട്ടും അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നതിലൂടെയൊക്കെ ഉള്ളൂ എന്ത് ചെയ്യുള്ളൂ ഒരു ടാർഗറ്റിലേക്ക് എത്താൻ നല്ലൊരു ടാർഗറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു സെയിൽസ് പേഴ്സണ് സാധിക്കുള്ളൂ എന്നുള്ളതാണ്. നെക്സ്റ്റ് വരുന്നത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. ഒരു സെയിൽസ് പേഴ്സണ് എപ്പോഴും എല്ലാ സിറ്റുവേഷനിലും പോസിറ്റീവ് ആയിരിക്കണം. അവരുടെ പ്രോബ്ലംസിനെയൊക്കെ
എല്ലാം എന്ത് ചെയ്യണം, കോൺഫിഡൻസോട് കൂടിയിട്ട് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടും കഴിയണം. ഓക്കെ, സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സെയിൽസ് പേഴ്സൺ എപ്പോഴും എന്തായിരിക്കും, പ്ലസന്റ് ആയിട്ടുള്ളതും കോൺഫിഡന്റ് ആയിട്ടുള്ളതൊക്കെ ആയിരിക്കും. അപ്പോൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് നെക്സ്റ്റ് വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഹാവ് ഗുഡ് നോളേജ്, അതായത് കസ്റ്റമേഴ്സിനെ കുറിച്ചിട്ടും അവരുടെ നീഡ്സിനെ കുറിച്ചിട്ടൊക്കെ ഒരു നല്ല ധാരണ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നോളേജ് ഉണ്ടായിരിക്കണം. മാർക്കറ്റ്സിന്റെ കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ സെയിൽസ് ടെക്നിക്സുകളെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യണം, നോളേജ് ഉണ്ടായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് യൂസ് ടൈം പ്രോപ്പർലി, ടൈം നന്നായിട്ട് യൂസ് ചെയ്യുക, ഡിലേ ആക്കാതിരിക്കല്ലേ, നമ്മൾ ഒന്നും പിന്നേക്ക് മാറ്റി വെക്കാതെ അപ്പം ഉള്ളത് അപ്പം ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താണ്, നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് വരുന്നത് ആസ്ക് ആൻഡ് ലിസൺ, ലൈക്ക് കസ്റ്റമേഴ്സിനോട് ചോദിക്കുക, എന്നിട്ട് അവർ കെയർഫുള്ളി ലിസൺ ചെയ്യുക. ഇതെന്താണ്, അവരുടെ നീഡ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അവർക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡ് കൊടുക്കാൻ വേണ്ടിയിട്ടും ഒരു സെയിൽസ് പേഴ്സൺ സഹായിക്കും. നെക്സ്റ്റ് എന്താണ്, സർവീസ് കസ്റ്റമേഴ്സ് വിൽ, അതായത് കസ്റ്റമേഴ്സിന് നന്നായിട്ടുള്ള സർവീസ് കൊടുക്കുക. സെല്ലിംഗ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് കൊടുക്കുക എന്നുള്ളതിന് പുറമെ എന്താണ്, ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതിന് പുറമെ എന്താണ്, അതൊരു എന്താണ്, ഒരു ബെസ്റ്റ് അഡ്വൈസ് ഒക്കെയാണ് അല്ലേ. നല്ലൊരു സർവീസ് പ്രൊവൈഡ് ചെയ്താൽ അവർക്ക് കസ്റ്റമേഴ്സിന് കമ്പനിയോടുള്ള ട്രസ്റ്റ് വർദ്ധിക്കും അല്ലേ. അപ്പോൾ അവർക്ക് അവിടെ റിപ്പീറ്റഡ് പർച്ചേസിനുള്ള ചാൻസിനൊക്കെ കാരണമാവുകയാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ബി ഫിസിക്കലി ആൻഡ് മെൻ്റലി ഫിറ്റ്. ഓക്കെ, അതായത് സെയിൽസ് എന്ന് പറയുന്നത് സെയിൽസ് ജോബ് ഇൻവോൾവ് ട്രാവൽ ആൻഡ് ബിസി ഷെഡ്യൂൾ അല്ലേ. അതായത് ട്രാവൽ ചെയ്യും, അതുപോലെ തന്നെ ട്രാവൽ ചെയ്യുന്നതും വിൽക്കുന്നതും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ജോബാണ് സെയിൽസ് ജോബ് എന്ന് പറയുന്നത്. സോ എന്താണ്, ഹെൽത്തി ആയിട്ടും ആക്റ്റീവായിട്ടും ഇരിക്കൽ ഇവിടെ വളരെ അത്യാവശ്യമാണ് അല്ലേ. ഒരു സ്ട്രോങ് ബോഡിയും ഒരു സ്ട്രോങ് മൈൻഡും ഒക്കെ ഉണ്ടായാലുള്ള എന്താണ്, നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാനും സെയിൽസ് നേടിയെടുക്കാനും ഒരു സെയിൽസ് പേഴ്സണിന് കഴിയുള്ളൂ. സോ എന്താണ്, ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും ഇവിടെ പ്രധാനമാണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് മേക്കിംഗ് സെയിൽസ് ജോബ് മോർ അട്രാക്റ്റീവ്. എങ്ങനെയാണ് സെയിൽസ് ജോബും കൂടുതൽ അട്രാക്റ്റീവ് ആക്കിയെടുക്കുന്നത്? ഒരു സെയിൽസ് ജോബ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ഇത്രയും ബെനിഫിറ്റ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും സെയിൽസ് ജോബിനെ ആരും പ്രിഫർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതായത് എന്താണ്, അതുകൊണ്ട് തന്നെ അക്കാദമീഷ്യൻസും അതുപോലെ തന്നെ ട്രെയിനേഴ്സും അല്ലെങ്കിൽ ഒരു കമ്പനിയൊക്കെ എന്ത് ചെയ്യണം, ഇതിൽ ചില ആക്ഷൻസ് ഒക്കെ എടുക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് അക്കാദമീഷ്യൻസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ട്രെയിനേഴ്സ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അവർ ഫസ്റ്റ് ചെയ്യുന്നത് ക്ലാസ് റൂം ആൻഡ് ട്രെയിനിങ് ആക്ടിവിറ്റീസ് അല്ലേ, യൂസ് റോൾ പ്ലേസ് ആൻഡ് പ്രാക്ടിക്കൽ എക്സസൈസ്. പിന്നെന്താണ്, സെയിൽസ് ജോബിനെ കുറിച്ചിട്ട് നെഗോഷിയേഷൻ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എന്താണ്, സ്റ്റുഡൻസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ചിട്ട് അവരുടെ പഠന രീതി മാറ്റം ചെയ്യുക. ഓക്കെ, അതാണ് ഫസ്റ്റ് വരുന്നത്, ക്ലാസ് റൂമിൽ വരുന്ന ട്രെയിനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ക്രിയേറ്റ് അവയർനെസ് അബൌട്ട് ദി സെയിൽസ് കാരിയർ. ഒരു സെയിൽസ് പേഴ്സണെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻസിനോട് പറയുക എന്താണ്, അതുപോലെ തന്നെ അവരുടെ ഫാമിലി മെമ്പേഴ്സിൽ പെട്ടിട്ടുള്ള സെയിൽസ് ജോബ് ചെയ്യുന്നവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാൻ പറയുക. അതുപോലെ തന്നെ സെയിൽസ് പ്രൊഫഷണൽസിനെ സ്റ്റുഡൻസിനുള്ള ഗസ്റ്റ് ആയിട്ട് വിളിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് സെയിൽസ് പേഴ്സണോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കൂടുകയും അല്ലെങ്കിൽ അവരുടെ കൂടുതൽ അവരെ അടുത്തറിയാൻ വേണ്ടിയിട്ട് സാധിക്കുകയൊക്കെ ചെയ്യും. സോ എന്താണ്, അവരെ ആ ഒരു ജോബിലേക്ക് ഇൻട്രസ്റ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഡെവലപ്മെൻറ്റ് സ്കില്ലാണ്. അതായത് പെർsuasion സ്കിൽ ഡെവലപ്മെൻറ്റ് ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്മെൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലിസണിങ് സ്കിൽ, നെഗോഷിയേഷൻ, പെർsuasion സ്കിൽ എന്നുള്ളതൊക്കെ ഡെവലപ്മെൻറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ബൈ എംപ്ലോയേഴ്സ് അല്ലേ. ഒരു സെയിൽസ് ജോബിലേക്ക് അട്രാക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഒരു കമ്പനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു എംപ്ലോയർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്.
പ്രൊവൈഡ് ട്രെയിനിങ് അല്ലേ, ന്യൂ എംപ്ലോയീസിനെയും അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് എംപ്ലോയീസിനെയും ട്രെയിൻ ചെയ്യുക. ന്യൂ എംപ്ലോയീസിന് എന്താണ് അവരുടെ പ്രൊഡക്ട്സിനെ കുറിച്ചിട്ടും കോമ്പറ്റേറ്റേഴ്സിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള നോളേജ് കൊടുക്കുക. അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൻ്റെ നോളേജിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു സെയിൽസ് പേഴ്സൺ ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഗിവ് ഗുഡ് ബെനിഫിറ്റ്സ്. അതായത് എന്താണ് സെയിൽസ് പീപ്പിൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു കമ്പനിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളുകളാണ് സെയിൽസ് പേഴ്സൺ എന്ന് പറയുന്നത് അല്ലേ. സോ എന്താണ് അവർക്ക് കൂടുതൽ റിവാർഡും ബെനിഫിറ്റ്സും ഒക്കെ കൊടുക്കുക. ഇതുകൊണ്ട് എന്താണ് ആ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ കൂടുതൽ മോട്ടീവ് ചെയ്ത് നിലനിർത്താനും അതുപോലെ തന്നെ എന്താണ് മറ്റുള്ള ആളുകളെ ഈ ജോബിലേക്ക് കൂടുതൽ അട്രാക്റ്റഡ് ആക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും അല്ലേ. അപ്പോൾ അതാണ് സെക്കൻഡ് വൺ പറയുന്നത്. തേർഡ് വൺ പറയുന്നത് ഗൈഡ് യൂണിവേഴ്സിറ്റീസ്. അതായത് കമ്പനിക്ക് എന്തൊക്കെ സ്കില്ലാണ് ആവശ്യമുള്ളത് എന്നുള്ളത് ഒരു കോളേജിന് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അറിയിക്കുക. ഇതെന്താണ് അവരുടെ സിലബസ് ഒക്കെ മോഡിഫൈ ചെയ്യാനും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്താനും വേണ്ടിയിട്ടും ഒരു കോളേജിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം സ്റ്റുഡൻസിന് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുമ്പോൾ എന്താണ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. സോ എന്താണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു സെയിൽസ് ജോബിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിട്ട് ഒരു എംപ്ലോയീസ് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കണു. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഓക്കെ.